നമുക്കൊപ്പം ഇപ്പോൾ സുരേഷ് വെള്ളമറ്റം കൂടി ചേരുന്നുണ്ട്. സുരേഷ്, ഈ ഒരു യുദ്ധം ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ അതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയുമായുള്ള ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറി എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം 6ാം ഘട്ട ചർച്ച നാളെയാണ് നടക്കേണ്ടിയിരുന്നത് മസ്കറ്റിൽ. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകളൊക്കെ. കഴിഞ്ഞ 5 ഘട്ട ചർച്ചകളും നടന്നത് മസ്കറ്റിലും റോമിലും ഒക്കെ ആയിട്ടായിരുന്നു ചർച്ച. നാളെ നടക്കേണ്ട ചർച്ചയിൽ നിന്നും പിന്മാറുന്നു എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം ഇങ്ങനെ ആക്രമണവും സംഘർഷവും നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ചർച്ചയിൽ നിന്നും ഇറാൻ പിന്മാറിയിട്ടുള്ളത്. ഇക്കാര്യം ഒമാൻ ഔദ്യോഗിക വാർത്താ ഏജൻസി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അനിശ്ചിതമായി ചർച്ച റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒമാന്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പ്. ഇതോടൊപ്പം തന്നെയാണ് വ്യോമയാന രംഗത്ത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ സാഹചര്യമാണ് ഇന്നും നിലനിൽക്കുന്നത്. ഏതാണ്ട് മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഈ മേഖലയാണ് ഏറ്റവും അധികം വിമാന ഗതാഗതത്തെ ഈ സംഘർഷം ഇപ്പോൾ ബാധിച്ചിട്ടുള്ളത്. ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 1800 വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് മേഖലയിൽ 1800 വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. അതിൽ 650 സർവീസുകളും റദ്ദാക്കി എന്നുള്ളതാണ് യൂറോ ട്രാക്ക് ഒക്കെ അറിയിച്ചിരുന്നത്. മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ UAE, അതോടൊപ്പം തന്നെ ഖത്തർ, ഒമാൻ തുടങ്ങിയിട്ടുള്ള മറ്റ് ഈ GCC രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇറാനും ക്രോസ് ചെയ്ത് ഇറാന്റെ വ്യോമപാത ക്രോസ് ചെയ്ത് പോകേണ്ട ഭാഗത്തേക്കുള്ള എല്ലാ ഗതാഗതവും പൂർണ്ണമായിട്ട് വ്യോമഗതാഗതം നിലച്ചിരിക്കുകയാണ്. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലേക്കുള്ള വ്യോമഗതാഗതം നിലച്ചിട്ടുണ്ട്. ജോർജിയ, ടുണീഷ്യ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ തുടങ്ങിയിട്ടുള്ള ആ മേഖലയിലേക്കൊക്കെ തന്നെയുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിലച്ചു. ഇറാഖ്, കടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഘർഷം ഇങ്ങനെ രൂക്ഷമാവുകയാണ് എങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ